بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. توكل على الرحمن في الأمر كله فما خاب حقا من عليه توكلا وكن واثقا بالله واصبر لحكمه تفز بالذي ترجوه منه تفضلا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമുക്കും എൽമ് പഠിക്കുക, എൽമ് പറയുക, എൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്ന സൽക്കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര ഇതിന് നാം ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ സംബന്ധിച്ച് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശദീകരിച്ച് 7 ദിവസം നാം സംസാരിച്ചു. ശേഷം 7 ആയത്തുകൾ അടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തുൽ ഫാത്തിഹ, അതിലെ 7 ആയത്തുകൾ 7 ദിവസം നാം സംസാരിച്ചു. കഴിഞ്ഞ വർഷം സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾക്ക് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞ വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നാം സംസാരിച്ചു. അതിന്റെ എല്ലാം സീഡികൾ ലഭ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിന്റെ MP3 ഇവിടെ പ്രകാശനം ചെയ്തു, അത് ലഭ്യമാണ്. മുൻ പ്രസംഗങ്ങൾ കേൾക്കാത്തവർ അത് കേട്ടാൽ അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ വർഷം നാം സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ എന്ന പേരിൽ സത്യവിശ്വാസികൾ എന്നാണല്ലോ മുഅ്മിനൂൻ എന്ന വാക്കിന്റെ അർത്ഥം. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന പേരിൽ അല്ലാഹു അവതരിപ്പിച്ച മഹത്തായ സൂറത്തിൽ വിജയം കൈവരിക്കുന്ന കക്ഷികൾ ആരാണ് എന്ന് പഠിപ്പിക്കുകയും അത്തരം ആളുകൾക്ക് 7 സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തു. ആ 7 വിഷയങ്ങൾ അല്ലാഹു വിജയികളായി പ്രഖ്യാപിച്ച കക്ഷികൾക്ക് അല്ലാഹു പഠിപ്പിച്ച 7 സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന സൂറത്ത്, ആ സൂറത്തിൽ പറഞ്ഞ 7 സവിശേഷതകളെ സംബന്ധിച്ചാണ് 7 ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാം സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയം വിജയം കൈവരിച്ചു കഴിഞ്ഞു. അൽ മുഅ്മിനൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ വിജയം കൈവരിച്ചു കഴിഞ്ഞു. അല്ലാഹു ആദ്യമായി വിജയം കൈവരിച്ച കക്ഷികൾക്ക് ഒന്നാമതായി പറയുന്ന സവിശേഷത അവർ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നതാണ്. ശേഷം 6 സവിശേഷതകളും കൂടി ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ തുടക്കം ആണ് വിജയത്തിന് വിശ്വാസം എന്നതാണ് ഇന്നത്തെ വിഷയം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സത്യവിശ്വാസം, യഥാർത്ഥ സത്യം അത് വിശ്വസിച്ചവർ, അവർക്കാണ് സത്യവിശ്വാസികൾ എന്ന് നാം പറയുന്നത്. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്.
അവർക്ക് യഥാർത്ഥ വിശ്വാസികൾക്ക് ധാരാളം സവിശേഷതകളും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംഫാലിൽ നമുക്ക് കാണാം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. الله പഠിപ്പിക്കുന്നു, إنما المؤمنون നിശ്ചയമായും യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? യഥാർത്ഥ വിശ്വാസികൾ വിജയം കൈവരിച്ചു എന്നാണല്ലോ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ അവർക്ക് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പിടക്കും. അല്ലാഹുവിനെ കാണാൻ അവർക്ക് എന്തൊരാവേശമാണ്, അവർക്ക് എന്തൊരാഗ്രഹമാണ്. അല്ലാഹുവിന്റെ നിഅമത്തിൽ അവർക്ക് എന്തൊരു പ്രതീക്ഷയാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ അവർക്ക് എന്തൊരു വിശ്വാസമാണ്, അല്ലാഹുവിനെ അവർക്ക് എന്തൊരു വരമേൽപ്പിക്കലാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവർക്ക് എന്തൊരു സ്നേഹമാണ്. ആ റബ്ബ് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് അവർക്ക് എന്തൊരു ബോധമാണ്. വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിറക്കും പിടക്കും. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ മറ്റുള്ളതെല്ലാം നിസ്സാരമായി തോന്നും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ, അവന്റെ തെളിവുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ സൂക്തങ്ങൾ, അവന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, പരിശുദ്ധ ഖുർആനോദി പ്രസംഗം നടത്തുന്നത് കേട്ടാൽ, പരിശുദ്ധ ഖുർആനോദി ഉപദേശം നൽകുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അവരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, സാദതുഹും ഈമാനാ അവർക്ക് വിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കും. അവർക്ക് വിശ്വാസം കൂടി കൂടി വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവർക്ക് എത്ര തന്നെ എന്ത് തന്നെ എങ്ങനെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ നാഥനായ റബ്ബിന്റെ മേൽ മുഴുവനും ഏൽപ്പിച്ചേക്കും. അവരുടെ മനസ്സിൽ മറ്റുള്ളതൊന്നും വിഷയമല്ല, അവരുടെ മനസ്സിൽ അല്ലാഹുവാണ് വിഷയം. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു ദഈമിൻ ലാ മഹാലത സാഇലു. അതാണ് ശരിയായ വാചകം എന്ന് പറഞ്ഞില്ലേ? അലാ അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു അല്ലാഹുവല്ലാത്ത ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതിനൊന്നും ഇവിടെ നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളവൻ അല്ലാഹുവാണ്. അവരൊരിക്കലും ഒരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. ഒരിക്കലും അവന് മരണമില്ല, നാശമില്ല. ലോകത്തുള്ളതെല്ലാം നശിക്കും, അവനൊരിക്കലും നാശമില്ല. ലോകത്തുള്ളവർക്കെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, അവനൊരു നിലക്കും മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. ലോകത്തുള്ള ആരെ എടുത്തു നോക്കിയാലും അവൻ കൊടുക്കുന്ന അറിവല്ലാതെ ഇല്ല. അവന്റെ അറിവ് മറ്റാരും കൊടുത്തിട്ട് കിട്ടുന്നതല്ല. ആർക്കെന്ത് ശക്തിയുണ്ടെങ്കിലും അവൻ നൽകുന്നതല്ലാതെ ഇല്ല. അവന്റെ ശക്തി ആരും തന്നെ ഒരു നിലക്കും കൊടുക്കുന്നതല്ല. അവന്റെ കേൾവിയും അവന്റെ അറിവും അവന്റെ എല്ലാം സ്വന്തമായുള്ളതാണ്. അവന്റേതെല്ലാം സ്വയമേ ഉള്ളതാണ്. മറ്റാരെയും അവൻ ഭയപ്പെടേണ്ടതില്ല. അവൻ എല്ലാവരിലും ഐശ്വര്യമുള്ളവനാണ്. എല്ലാവരും അവനിലേക്ക് ആവശ്യമുള്ളവരാണ്.
അവൻ ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി എല്ലാം റബ്ബിൽ ഏൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്ക് പിന്നെയും പല ലക്ഷണങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്കതിലേക്ക് കടന്നു വരാം. അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. യഥാർത്ഥ സത്യവിശ്വാസികൾ അവർ നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരാണ്, നിലനിർത്തിക്കൊണ്ടുവരുന്നവരാണ്, നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഈ കക്ഷികളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. സത്യമായി യാഥാർത്ഥ്യമായി അല്ലാഹുവിൽ വിശ്വസിച്ചവർ ഈ കക്ഷികളാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. അവരുടെ നാഥനടുക്കൽ അവർക്ക് ധാരാളം പദവികളുണ്ട്, പവറുകളുണ്ട്. വമഗ്ഫിറത്തും വരിസ്ഖുൻ കരീം. ആ യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ ഉടമൂലമായി ഈ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ കക്ഷികൾ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പാപം പൊറുക്കലുണ്ട്, അവർക്ക് മാനമായ ഭക്ഷണമുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു അവർക്ക് നൽകുന്നുണ്ട്. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നമുക്ക് അല്ലാഹു ആയിരക്കണക്കിന് അനുഗ്രഹം തന്നിട്ടുണ്ട്, സംശയമില്ലല്ലോ. നാം അത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പലതിലേക്കും കടന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തതല്ലേ. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാവും ടൗണിലെത്തിയാൽ ഇരുമ്പ് പീടികകളുണ്ട്, ധാരാളം ടെൻകണക്കിന് ഇരുമ്പുകൾ അതിന്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ചെന്നാലും വലിയ ഇരുമ്പ് കമ്പനിയുണ്ട്, സ്റ്റീൽ കമ്പനിയുണ്ട്, ധാരാളം ഇരുമ്പുകളുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. എത്രയാണ് അല്ലാഹു തആല ഇരുമ്പ് പഠിച്ചത്. അതിനാണെങ്കിലും അല്ലാഹു തആല വളരെ കൂടുതൽ പഠിച്ചതുകൊണ്ട് അതിന് സ്വർണത്തിന്റെ വിലയില്ല. സ്വർണത്തിന്റെ വിലയില്ല. അതാവരും ടൗണിലൊട്ടാകെ എല്ലാ ജ്വല്ലറിയിലുമുള്ള സ്വർണം നമ്മൾ തൂക്കി നോക്കിയിട്ട് പിന്നെ ഒരു ഇരുമ്പ് വീടുകയിൽ വന്നിട്ട് ഒരൊറ്റ കമ്പിയിട്ട് തൂക്കിയാൽ ആ കമ്പിന്റെ തൂക്കത്തിനനുസരിച്ച് എല്ലാ ജ്വല്ലറിയിലും പൊന്നും ഉണ്ടാവില്ല. എത്രയാണ് അല്ലാഹുവിന്റെ ഇരുമ്പ് പഠിച്ചത്? പൊന്നല്ല കുറച്ചേ പഠിച്ചിട്ടു. എന്താ കാരണം? കാരണം വളരെ വ്യക്തമാണ്. പൊന്നിന്റെ ആവശ്യം അത്രയേ ഉള്ളൂ, ഇരുമ്പിന്റെ ആവശ്യം ഭയങ്കര. ഇരുമ്പ് ധാരാളം മനുഷ്യന് ആവശ്യമുള്ള വസ്തുവാണ് ഇരുമ്പ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇരുമ്പ് വേണം. തെക്കുമ്പോൾ തേങ്ങ കൊത്തിയിരുന്ന ഇരുമ്പ് കൊണ്ടാണ്. പിന്നെ പോയിട്ട് നെല്ല് അത് കൊയ്തെടുക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പിന്നീട് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിയെടുക്കുന്നതിനിടയിൽ ഇരുമ്പിന്റെ പ്രവർത്തനം ധാരാളം നടക്കുകയാണ്. അവസാനം നമുക്കതിനാവശ്യമായ കറിയും മറ്റും ഉണ്ടാക്കാൻ വേണ്ടി മത്സ്യം മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്, പച്ചക്കറി മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് നമ്മുടെ വീട് നിർമ്മിക്കാൻ വേണ്ടി മരം മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അങ്ങനെ തുടങ്ങി ഇരുമ്പിന്റെ ഉപയോഗം അവസാനം എല്ലാം കൂടി പ്രസവിക്കാനായിട്ട് നോക്കുമ്പോ അതിന്റെ സ്റ്റാൻഡും ഇരുമ്പിന്റെ തന്നെയാണ്. ഇരുമ്പ് എത്രയാണ് നമുക്ക് ഉപയോഗം, അതിനനുസരിച്ച് അല്ലാഹു ഇരുമ്പ് പഠിച്ചു, ധാരാളം ഇരുമ്പ് പഠിച്ചു. പൊന്നോ എനിക്ക് പൊന്നിന്റെ യാതൊരു ആവശ്യമില്ല, യാതൊരു ആവശ്യവും പൊന്നിൻ്റെത് എനിക്കില്ല, എനിക്ക് ഉപയോഗത്തിന് പൊന്നാവശ്യമില്ല. അപ്പോ വളരെ കുറഞ്ഞതേ പൊന്നു ഒരു മനുഷ്യന് ഉപയോഗമുള്ളൂ. വളരെ ചുരുങ്ങിയ ഉപയോഗം മാത്രമേ സ്വർണം കൊണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സ്വർണം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കിട്ടണത്തിന്റെ ബാങ്കേറ്റ് തന്നെ നിങ്ങൾ നോക്കൂ. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു വെച്ച മറ്റൊരു സാധനമാണ് വലിയ വില പിടിച്ച കല്ലുകൾ, വലിയ വലിയ വില പിടിച്ച കല്ലുകൾ. സുബ്ഹാനല്ലാഹ്, അത് വളരെ കുറച്ചേ ഉള്ളൂ, ഭയങ്കര വിലയാണ്. തീരെ നമുക്ക് ആവശ്യം വരാത്ത ഒരു സാധനമാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രമേ അത് ആവശ്യം വരുന്നുണ്ടെങ്കിൽ തന്നെ വരുന്നുള്ളൂ. അത് വളരെ കുറച്ചും കിട്ടാൻ വലിയ പണിയാണ്. നിങ്ങൾ നോക്കൂ, ഇരുമ്പ് കുഴിച്ചെടുക്കണമെങ്കിലും അത് നമ്മുടെ കയ്യിലെത്തണമെങ്കിലും ഒരുപാട് പ്രയാസമുണ്ട്.
അതേ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന ഒരു വസ്തു അതെന്താണ്? വായു. ഓരോ സെക്കൻഡിലും ആവശ്യമാണ് വായു. ആ വായു നമുക്ക് അല്ലാഹു തആല വെച്ചതെങ്ങനെ? ഒരു തെങ്ങിന്റെ മുകളിൽ കയറണ്ട, ഒരു മരത്തിന്റെ അടുത്തും പോകണ്ട, ഒരു പുഴയിൽ മുങ്ങണ്ട, ഒരു വലയിൽ വീശണ്ട, ഒരു ഇരയെ വിട്ടുകൊടുക്കണ്ട, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ആരോട് പൈസ കൊടുത്ത് വാങ്ങണ്ട, ഒരു കടയിലും പോകണ്ട, ഒരു സ്റ്റോറിലും പോകണ്ട, ഒരു സ്ഥലത്തും നീങ്ങണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ നിനക്ക് വായുവാണ്. എല്ലാ സ്ഥലത്തും എവിടെ പോകുന്ന സ്ഥലത്തൊക്കെ വായു നിന്റെ കൂടെ തന്നെയാണ്. അത് നിനക്ക് ലഭിക്കാൻ നീ അല്പവും പ്രയാസപ്പെടേണ്ടതില്ല. 5 പൈസയും ആർക്കും കൊടുക്കേണ്ടതില്ല, ആരെയും ശുപാർശ കൊടുക്കേണ്ടതില്ല, ഒരു ലോറിയും ഒരു ഓട്ടോറിക്ഷയും എടുത്തോ പോകേണ്ടതില്ല. നിനക്ക് ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വായു നീ പോകുന്ന സ്ഥലത്ത് നീ അറിയാതെ ഒരു പ്രയാസവുമില്ലാതെ നിനക്ക് ശ്വസിക്കാൻ അല്ലാഹു സംവിധാനം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന വായു, അതിന് ഏറ്റവും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള വസ്തു, അത് വളരെ എളുപ്പമായി അല്ലാഹു നമുക്ക് ലഭ്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന് വളരെ കൂടുതൽ ആവശ്യമുള്ളതാണ് വെള്ളം. ആ വെള്ളം ലഭിക്കാൻ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ കൃഷി ചെയ്ത് കുറെ ദിവസം കാത്തിരിക്കേണ്ടതില്ല. അത് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ അല്ലാഹു സംവിധാനം തന്നു. പക്ഷേ വായു പോലെ വന്നിട്ടില്ല. കാരണം വായു പോലെ വെള്ളം ആവശ്യമില്ല. വായു ഓരോ സെക്കൻഡിലും മനുഷ്യന് ആവശ്യമാണ്. അത് ഓരോ സെക്കൻഡിലും നൽകുകയാണ്. അതുപോലെ വെള്ളത്തിന്റെ ആവശ്യമില്ല. പക്ഷേ വെള്ളം ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കാനുള്ള പ്രയാസം വെള്ളം ലഭിക്കാനില്ല. വെള്ളം ഭക്ഷണത്തെക്കാൾ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം പലപ്പോഴും മരുന്നിനേക്കാൾ എളുപ്പമാണ്. കാരണം മരുന്ന് എപ്പോഴും എല്ലാവർക്കും ആവശ്യമില്ല. അതുകൊണ്ട് മരുന്നിന് ഭക്ഷണത്തെക്കാൾ പ്രയാസമാണ്. ഇരുമ്പ് സ്വർണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് സ്വർണം അത് ഇരുമ്പ് പോലെ ഇരുമ്പ് പോലെ പ്രയാസരഹിതമായി ലഭിക്കുന്നില്ല. വലിയ പണം നൽകണം. ഇരുമ്പ് അതിനേക്കാൾ ആദായത്തിൽ ലഭിക്കുന്നതും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും ലഭ്യമാകാൻ സംവിധാനം ചെയ്ത ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് ജനങ്ങൾ വർദ്ധിക്കുന്നതിന് മുമ്പുള്ള കാലം, അക്കാലഘട്ടത്തിൽ ചെറിയ ചെറിയ യാത്രകളാണ്, ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ഇത്രയൊന്നും ജനസംഖ്യയില്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് യാത്ര ചെയ്യാൻ കഴുത, കുതിര, ഒട്ടകം തുടങ്ങിയ വാഹനങ്ങൾ വെച്ചു. പായക്കപ്പലിൽ കയറി കപ്പലിലൂടെ പോകാൻ സംവിധാനം വെച്ചു. എന്നാൽ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. ജനങ്ങൾ ധാരാളം തിങ്ങി താമസിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് പല രാജ്യങ്ങളിലും പോകേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും എളുപ്പത്തിൽ എത്തേണ്ടി വന്നു. പല രാജ്യങ്ങളുമായും അതാ ആശയവിനിമയങ്ങൾ നടത്തേണ്ടി വന്നു. അതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു എന്തെല്ലാം വാഹനങ്ങളാണ് ഭൂമിയിലിറക്കിയത്, എന്തെല്ലാം സംവിധാനങ്ങളാണ് തന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ലൈറ്റുകൾ, അതില്ലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ എന്തൊരു പ്രയാസമാണ്. അതേസമയത്ത് നമ്മുടെ മുൻഗാമികൾ അത് കണി കണ്ടിട്ടില്ല. അവർ ചെറിയ തിരിവിളക്ക് കത്തിച്ചിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് പോയിട്ട് ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് അത്ര മതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ആവശ്യമുള്ളത് അന്ന് കൊടുത്തു, ഇന്നാവശ്യമുള്ളത് ഇന്ന് നൽകുകയാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞില്ലേ, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, അവന്റെ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചാൽ, ഈമാൻ ഹൃദയത്തിലുള്ളവർ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർ. എന്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്? വഫുസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി വന്നുത്ഖു ഫീഹിൽ ഖുൽഫു ബിത്തഹ്ഖീഖി.
ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുഹു തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ച അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് എന്തൊരാശയം പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതൊരു കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ടോ, ആ നബിതങ്ങൾ കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട സർവ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സർവ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഉറപ്പൊരു മനുഷ്യരുണ്ടെങ്കിൽ അവനതാ ഉപദേശം നൽകുമ്പോൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊടുക്കുമ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച്, ഒട്ടകം, കുതിര, കഴുത, കോവറുകൾ തുടങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്ന് തന്നെ ഖുർആൻ പഠിപ്പിച്ചു. അത് 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ മനസ്സിലാക്കി തന്നു. എന്താണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ഓ ജനങ്ങളെ, നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനം കുതിരയും കഴുതയും ഒട്ടകവുമൊക്കെയാണെങ്കിൽ ഈ വാഹനം മാത്രമേ ഇവിടെ അല്ലാഹു കൊണ്ടുവരികയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ഇപ്പോൾ ഈ യുഗത്തിൽ നിങ്ങൾക്കറിയാത്ത, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് അല്ലാഹു ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരെ സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലം, ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാത്ത കാലം, ഇന്നുള്ള ഒരു വാഹനങ്ങളും ഇല്ലാത്ത കാലം, ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും അല്ലാഹു ശേഷം ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജലാലയിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താണ്? മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബ, അത്ഭുതകരമായ, ആശ്ചര്യജനകമായ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത അപരിചിതമായ പല വാഹനങ്ങളും പല വസ്തുക്കളും അല്ലാഹു പിൽക്കാലത്തിലൂടെ കൊണ്ടുവരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തുന്ന കാലത്തും ഒരു യന്ത്രവൽക്കരണ വാഹനങ്ങളും ലോകത്തില്ല, ഇലക്ട്രിക് സംവിധാനങ്ങൾ ഇല്ല, ഇന്നത്തെ ഒരു സംവിധാനവും ആധുനിക സംവിധാനങ്ങളില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞ ആശയം മനസ്സിലാക്കി രേഖപ്പെടുത്തുകയാണ്. മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബ, അത്ഭുതകരമായ വാഹനങ്ങൾ ലോകത്ത് അല്ലാഹു കൊണ്ടുവരുമെന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകിയ രാജാവ്, ഓരോന്നും നൽകിക്കൊണ്ടിരിക്കുന്ന രാജാവ്, ആ രാജാവിനെ സ്നേഹിക്കണം, ആ രാജാവിൽ ഉറച്ച വിശ്വാസം വേണം. അവർക്ക് ഖുർആൻ ഓതുന്നതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് ആയത്തുകൾ കേൾക്കുന്നതിനനുസരിച്ച്, ഉപദേശങ്ങൾ ശ്രവിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് ഈമാൻ വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വർദ്ധനവ് ലഭിക്കുന്ന കക്ഷികളാണ് യഥാർത്ഥ മുഅ്മിനുകൾ, യഥാർത്ഥ വിശ്വാസികൾ. ഓ സഹോദരന്മാരെ, അത്തരം വിശ്വാസികൾക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ധാരാളം ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വളരെ ചുരുക്കി ചില സംഗതികൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മുഅ്മിനാവൂല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സത്യവിശ്വാസിയാവൂല.
മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്തവൻ ആരാണ് നബിയേ? സത്യം ചെയ്തുകൊണ്ടല്ലേ അവിടുന്ന് പറയുന്നത്? ഉടനെ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖ, തൊട്ടടുത്തുള്ള അയൽവാസിയായ മനുഷ്യൻ, ആ അയൽവാസിയായ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഭവിഷ്യത്തുകൾ, ആ ഭവിഷ്യത്തുകളെ കുറിച്ച് നിർഭയനാകുന്നില്ലെങ്കിൽ ഈ മനുഷ്യൻ വല്ലാഹി മുഅ്മിനാവൂല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ സഹോദരനോ സഹോദരിയോ ആരാണെങ്കിലും ശരി, നമ്മളെ കൊണ്ട് തൊട്ടടുത്ത് ജീവിക്കുന്നവർക്കൊരു ശല്യമുണ്ടാകാൻ പാടില്ല. തൊട്ടടുത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മെ കൊണ്ടൊരു ശല്യമുണ്ടാകാൻ പാടില്ല. നമ്മെ കൊണ്ട് വല്ല ശല്യവും ഉണ്ടാകും എന്ന് അവരുടെ മനസ്സിൽ തോന്നുന്ന വിധത്തിലാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ, നമ്മുടെ പെരുമാറ്റമെങ്കിൽ, നമ്മുടെ വാക്കുകളെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവൻ ശരിയായ മുഅ്മിനാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മനുഷ്യന്റെ നയം എന്താണ്, ഈമാനുള്ള മനുഷ്യന്റെ സ്വഭാവം എന്താണ്, അത് ലോകത്തിന് പഠിപ്പിക്കുകയാണ്. നമ്മൾ സ്വന്തം ചിന്തിക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള പീഡികക്കാരൻ, നമ്മളുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനക്കാരൻ, നമ്മുടെ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നുറങ്ങുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ളവർ ആരായാലും ശരി, അവർക്ക് വല്ല ശല്യവും ചെയ്യണം എന്ന നീയത്തോ അങ്ങനെയുള്ളൊരു ചിന്തയോ നമുക്കുണ്ടോ? നമ്മുടെ ഈമാനിന് ഭംഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് തന്നെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞത് കാണാം, വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ തൊട്ടടുത്ത മനുഷ്യന് നീ നന്മ ചെയ്യുക. തകുൻ മുഅ്മിനാ, നിനക്കൊരു ശരിയായ മുഅ്മിനാകാം. ഒരു മനുഷ്യൻ ശരിയായ മുഅ്മിനാകുന്നത് തൊട്ടടുത്തുള്ള മനുഷ്യന് നന്മ ചെയ്യുമ്പോഴാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക. അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്റെ കാര്യങ്ങളൊക്കെ ശരിയാകണം, എനിക്ക് ജനങ്ങൾക്കിടയിൽ അഭിമാനം വേണം, എന്നെ ജനങ്ങളെല്ലാം ആദരിക്കണം, സ്നേഹിക്കണം എന്നിഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ മറ്റുള്ളവരെയും ജനങ്ങൾ ഇഷ്ടപ്പെടണം, ജനങ്ങൾ സ്നേഹിക്കണം, ജനങ്ങൾ അംഗീകരിക്കണം. ഈ ചിന്ത നിന്റെ മനസ്സിൽ വേണം. നീ എപ്പോഴെവിടെ ചെന്നാലും മറ്റുള്ളവന്റെ കുറ്റം, അവന്റെ തകരാറ്, അവനുള്ള കുഴപ്പം അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ അവരിൽ നിന്ന് അകന്നു പോകണമെന്ന് നീ ചിന്തിക്കുന്നു, നിന്നിലേക്ക് ജനങ്ങൾ അടുക്കണമെന്ന് ചിന്തിക്കുന്നു. നീ ഒരു ശരിയായ മുസ്ലിമാകുന്നില്ല. നിന്റെ സ്വന്തം ശരീരത്തിന് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഏത് വിശ്വാസമാണോ ഇഷ്ടപ്പെടുന്നത്, ഏത് കർമ്മമാണോ ഇഷ്ടപ്പെടുന്നത്, ഏത് നയമാണോ ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവരിൽ ഏത് സമീപനമാണോ നീ ഇഷ്ടപ്പെടുന്നത്, അത് തന്നെ മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ചിന്ത നിനക്കുണ്ടാകണം. അപ്പോഴാണ് നീ ശരിയായ മുസ്ലിമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്നിട്ടൊരു ചോദ്യമാണ്, മൽ ഈമാൻ, ഈമാൻ എന്താണ് നബിയേ? ഈമാൻ വിശ്വാസം എന്താണ് നബിയേ? ഉടനെ അവിടുത്തെ മറുപടി, ഇദാ സർറതുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅന്ത മുഅ്മിൻ. നീ മുഅ്മിനാണോ അല്ലേ? നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ. നീ മുഅ്മിനാണോ അല്ലേ? നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ ഒരു ചെറിയ മാനദണ്ഡം. അതെന്താണ്? ഇദാ സർറതുക ഹസനതുക, നിന്റെ സൽക്കർമ്മം നിന്റെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാക്കിയാൽ, നീ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു, നിനക്ക് വലിയ റാഹത്തായി പോയി. നീ ഒരു നല്ല സദസ്സിൽ പങ്കെടുത്തു, അല്പസമയം വഅദ് കേട്ടു, അൽഹംദുലില്ലാഹ് നല്ലൊരു വഅദ് കേട്ടു, സന്തോഷമായി. നീ ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, എനിക്കത് പറയാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് സന്തോഷമായി. നിനക്കൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിഞ്ഞു, നിനക്കതിൽ സന്തോഷമായി.
നീ അതുപോലെ രണ്ട് കക്ഷികൾ തമ്മിൽ തെറ്റി ജീവിക്കുമ്പോ അവരെ ഒന്ന് മസ്ലഹത്താക്കാൻ വേണ്ടി നീ ശ്രമിച്ചു, നിനക്ക് അവരെ മസ്ലഹത്താക്കാൻ സാധിച്ചു, നിനക്ക് സന്തോഷമായി. അങ്ങനെ ഏതൊരു സൽക്കർമ്മം നിനക്ക് മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നുണ്ടോ, നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇന്നത്തെ സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സുബ്ഹാനല്ലാഹ് ഇന്ന് ഞാൻ 33 ദിക്ർ 33 സുബ്ഹാനല്ലാഹ് സാധാരണ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതിന് വിട്ടുപോയല്ലോ. നീ ഏത് കാര്യമാണെങ്കിലും ശരി, നിന്റെ നെരിയാണിയുടെ ചുവടെ നിന്റെ തുണി താഴ്ന്നു പോയതാണെങ്കിൽ പോലും, നിന്റെ ഏത് തെറ്റുകളാണെങ്കിലും ശരി, ഞാൻ അനാവശ്യമായ ഒരു സദസ്സിൽ പങ്കെടുത്തു പോയല്ലോ, ഞാനൊരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്ത് പറയുമ്പോൾ അവിടെ ഇരുന്നു പോയല്ലോ, ഇങ്ങനെ ഏതാണെങ്കിലും ശരി, നിന്റെ ഒരു തെറ്റ്, ആ തെറ്റ് നിന്റെ മനസ്സിൽ മനപ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സൽക്കർമ്മം നിനക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനുള്ളവൻ അവന്റെ ഖൽബ് എപ്പോഴും ചിന്തയിലാണ്. ഒരിക്കലും തന്നെ അവൻ അപാകത സംഭവിച്ചാൽ അവൻ നോർമലായി വിടുകയില്ല, അത് വളരെ നിസ്സാരമായി അവൻ കാണുകയില്ല. അവനൊരു സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മത്തിൽ അവൻ സന്തുഷ്ടനാണ്. അതീശയും ദുഷ്കർമ്മം ചെയ്തു പോയാൽ മനസ്സിൽ വല്ലാത്ത ഖേദമാണ്. ഇത് തന്നെയാണ് സഹോദരന്മാരെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം, ഇന്നൽ മുഅ്മിന, ഒരു ശരിയായ സത്യവിശ്വാസി, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണും, കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. മുഅ്മിനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു ശരിയായ മുഅ്മിൻ, യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അവന്റെ പാപം അവൻ ഓർമ്മിക്കും, ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഇന്നത് പറഞ്ഞു പോയിട്ടുണ്ട്, ഇന്നത് സംഭവിച്ചു പോയിട്ടുണ്ട്. അവന്റെ പാപങ്ങളെ അവൻ കാണും. അതെങ്ങനെ കാണുന്നു? അവൻ കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വലിയ പാറക്കല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മല, ഒരു വലിയ പർവ്വതം. ആ പർവ്വതത്തിന്റെ ചുവടെ ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇപ്പോൾ അതിന്റെ ശരീരത്തിലേക്ക് വീഴും എന്ന് ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സ്ഥിതിയാണ് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതി. ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ടല്ലോ, തെറ്റ് വന്നു പോയിട്ടുണ്ടല്ലോ, അതെന്റെ തലയിൽ മറിഞ്ഞു വീഴാൻ നിൽക്കുന്നത് പോലെ അതിന്റെ ശിക്ഷ എനിക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ, അതെനിക്ക് എന്റെ റബ്ബ് പുറത്തു തന്നെങ്കിൽ എന്റെ രക്ഷയുള്ളൂ. അവന്റെ മനസ്സിൽ പാപത്തെക്കുറിച്ചെപ്പോഴും ചിന്തയാണ്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിമുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. എന്നാൽ ഈമാനില്ലാത്ത മനുഷ്യൻ, മനസ്സിന്റെ ഉള്ളിൽ ശരിയായ വിശ്വാസം രൂഢമൂലമാകാത്ത മനുഷ്യൻ, അവന്റെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ ഐദിയഹി ഫദബ്ബഹു അൻഹു. ശരിയായ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാത്ത മനുഷ്യൻ, അവന്റെ സ്വഭാവം, അവന്റെ തെറ്റുകൾ അവൻ ഒരു ഈച്ചയെ പോലെ കാണുന്നുണ്ട്. അവന്റെ മൂക്കിന്റെ മേലെ വന്ന് വീണിരിക്കുന്ന ഈച്ച, ആ മൂക്കിന്റെ സമീപത്തുകൂടി പോകുന്ന ഈച്ചയെ ആരെങ്കിലും വളരെ വലിയ വിഷമത്തോടുകൂടെ ഭയപ്പെടാറുണ്ടോ? അത് കൈകൊണ്ടെന്ന് കത്തിക്കളഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്ന ഒരു ധാരണയാണ് അവന്. ഇതുപോലെ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാത്ത മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറിച്ച് അവന് ചിന്തയില്ല, ഭയമില്ല.
അവൻ വെറും മൂക്കിന്റെ മേലെ ഈച്ച വന്നാൽ കൈകൊണ്ടങ്ങനെ തട്ടിക്കളയുന്നത് പോലെ സാരമില്ല എന്ന ചിന്തയിലാണ് പാപങ്ങളെ കുറിച്ച് അവന്റെ സമീപനം. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഹാരിസ് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഒന്നാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിൽ മുഅ്മിനി മിൻ റജുലിൻ. ഈമാനുള്ളൊരു മനുഷ്യൻ അവന്റെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായതുകൊണ്ട് തന്നെ പാപത്തിന്റെ പൊറുക്കലിനെ ചോദിക്കണമെന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് പാപത്തെക്കുറിച്ച് അല്ലാഹുവിനോട് ഖേദിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഖേദിക്കുമ്പോൾ അല്ലാഹുവിന് എന്തൊരു സംതൃപ്തിയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വ്യക്തി ഒരു പ്രദേശത്ത് പോയി ഇറങ്ങി, അവിടെ ആരുമില്ലാത്ത വിജനമായ ഒരു പ്രദേശം, ധാരാളം നാശത്തിന് വകുപ്പുള്ളൊരു പ്രദേശം. അവിടെ ചെല്ലുമ്പോൾ അവന്റെ കൂടെ അവന്റെ വാഹനത്തിൽ അവന്റെ ഭക്ഷണമുണ്ട്, അവന്റെ പാനീയമുണ്ട്. അങ്ങനെ ഈ വാഹനം നിർത്തിയിട്ട് അവനൊന്നൊരൽപ്പം റെസ്റ്റ് എടുത്തു. ചെറിയ ഒരു ഉറക്കം ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ വാഹനം കാണുന്നില്ല. ആ വാഹനപ്പുറത്താണ് ഭക്ഷണമുള്ളത്, ആ വാഹനത്തിലാണ് വെള്ളമുള്ളത്, എല്ലാം ആ വാഹനത്തിലാണുള്ളത്. വാഹനം കാണുന്നില്ല. ആ സമയത്ത് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. അവൻ എല്ലാ സ്ഥലത്തും ഒന്ന് ചെന്ന് നോക്കി, എന്റെ വാഹനം അവിടെ എങ്ങാനും ഉണ്ടോ. അവന് ദാഹിക്കുന്നു, വല്ലാതെ ചൂടെടുക്കുന്നു, ഭക്ഷിക്കാൻ ഭക്ഷണം ആവശ്യമായി വരുന്നു. പക്ഷേ ഒരു സ്ഥലത്തും ഈ വാഹനം കാണുന്നില്ല, സഹായത്തിന് ഒരു വകുപ്പും ഒരു സ്ഥലത്തുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഞാൻ നേരത്തെ വിശ്രമിച്ച സ്ഥലത്തേക്ക് തന്നെ ഒന്ന് മടങ്ങട്ടെ, ഞാൻ അവിടെ ഒന്നുകൂടി ഒന്ന് വിശ്രമിച്ച് കിടക്കട്ടെ. അങ്ങനെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? അദ്ദേഹം മരിക്കണ്ടാണെങ്കിൽ മരിക്കട്ടെ എന്ന നിലക്ക് ആ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. തല കൈക്ക് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, കൈയിന്റെ മേലെ തലയിൽ വെച്ച് അദ്ദേഹം അവിടെ കിടന്നു. അല്പം ഒന്നങ്ങ് ഉറങ്ങിപ്പോയി. അവൻ ഉറക്കം തെളിഞ്ഞു. അവന്റെ പാനീയവും അവന്റെ ഭക്ഷണവും ഒക്കെ ഉള്ള ആ വാഹനം രണ്ടാമത് ഉറക്കിത്തെളിഞ്ഞു നോക്കുമ്പോൾ സമീപത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നു. അവന്റെ വാഹനം വന്ന് സമീപത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാ സാധനങ്ങളും അതിന്റെ മേലെ തന്നെയുണ്ട്. എന്തായിരിക്കും അവന്റെ സന്തോഷം, എന്തായിരിക്കും അവന്റെ സംതൃപ്തി? ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തിൽ അബ്ദിൽ മുഅ്മിനി മിൻ ഹാദാ ബിറാഹിദതിഹി വസാതിഹി. ഓ ജനങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഉറച്ച ഈമാനുള്ള ഒരു മനുഷ്യൻ, അവൻ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവനാണ്, അല്ലാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ചവനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അവൻ ഉറപ്പിച്ചവനാണ്. ആ അല്ലാഹുവിന്റെ ഖുർആൻ സത്യമാണെന്നവൻ ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് ഉറപ്പാണ്. ഉറച്ച വിശ്വാസം ഹൃദയത്തിലുള്ളവനാണ്. പക്ഷേ അവൻ പാപം ചെയ്തുപോയി, അബദ്ധം വന്നുപോയി, ദുർബല നിമിഷത്തിൽ തെറ്റ് സംഭവിച്ചുപോയി. ആ മനുഷ്യൻ മനസ്സിന്റെ ഉള്ളിൽ പേടിച്ച് ഖേദിക്കുമ്പോൾ, ആ ഖേദിക്കുന്ന മനുഷ്യന്റെ ഖേദം കാണുമ്പോ അല്ലാഹുവിന്റെ സംതൃപ്തി, ഈ വാഹനവും വസ്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ട് രണ്ടാമതും അത് പൂർണ്ണമായി തിരിച്ചു കിട്ടിയ മനുഷ്യന്റെ സംതൃപ്തിയില്ലേ, ആ സംതൃപ്തിയേക്കാൾ എത്രയോ ഉയർന്ന സംതൃപ്തിയാണ് പടച്ച റബ്ബിന് ഈ മുഅ്മിനായ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിൽ വന്ന അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ റബ്ബിനുണ്ടാകുന്ന സംതൃപ്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓ സഹോദരന്മാരെ, ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിക്കും രൂഢമൂലമായാൽ തെറ്റ് ചെയ്തവന് മനസ്സാക്ഷിക്കുണ്ടാകും. അവന്റെ മനസ്സിൽ എപ്പോഴും അതാ ഈ പർവ്വതം എന്റെ ശരീരത്തിലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ
അവന്റെ മനസ്സിൽ ഭയമുണ്ടാകും. ആ മനുഷ്യൻ ഈമാൻ ഹൃദയത്തിലുള്ളവൻ ഒരു മുസ്ലിമിനെയും ശല്യം ചെയ്യൂല, ഒരമുസ്ലിമിനെയും ശല്യം ചെയ്യൂല. അവനൊരു വർഗീയവാദിയാവുകയില്ല, അവനൊരു തീവ്രവാദിയാവുകയില്ല, അവനൊരു ഭീകരവാദിയാവുകയില്ല, അവൻ അനാവശ്യമായി സംസാരിക്കുകയില്ല. അവന്റെ സ്വഭാവം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ്. ഒരു ശരിയായ മുഅ്മിൻ മൻ അമിനഹുന്നാസ്, ജനങ്ങൾ മുഴുവനും അവനെ സംബന്ധിച്ച് നിർഭയരാണ്. ജനങ്ങൾ അവനെ സംബന്ധിച്ച് നിർഭയരാണ്. അവനാണ് ശരിയായ മുഅ്മിൻ. ഒരു ശരിയായ മുഅ്മിനെ സംബന്ധിച്ച് സത്യവിശ്വാസിയെ കുറിച്ച് അദ്ദേഹം ഒരു ശല്യമെങ്കിലും ചെയ്യുമെന്നൊരു തോന്നൽ മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. അത്തരക്കാരാണ് ശരിയായ മുഅ്മിൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ പൂർവ്വകാല പണ്ഡിതന്മാർ, പൂർവ്വകാല മഹാന്മാർ, ആ മഹാന്മാരുടെ സമീപത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും സാധാരണക്കാരും അസാധാരണക്കാരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും വരും, പ്രാർത്ഥിക്കാൻ പറയും. അവരെ കൊണ്ട് അവർ വെള്ളം കൊണ്ടിരിക്കും, അവരെ കൊണ്ട് അവർ പ്രാർത്ഥിപ്പിക്കും. അവർക്ക് എല്ലാവർക്കും സ്നേഹം, ബഹുമാനം. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം ഉണ്ടായില്ല. നമുക്കറിയില്ലേ, നമ്മുടെ ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് മാപ്പിളമാരെന്നാണ് പേര്. മാപ്പിളമാർ എവിടുന്നാണ് ഈ പേര് വന്നത്? ആദ്യകാലത്ത് മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹുവിലൂടെ വന്നു, മാലിക് ഹരീം റളിയല്ലാഹു വന്നു, ശറഫ് മാലിക് റളിയല്ലാഹു വന്നു. അങ്ങനെയുള്ള ധാരാളം മഹാന്മാർ ഇവിടെ വന്നു. സഹോദരന്മാരെ, അങ്ങനെ ആ മഹാന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭരണാധികാരി പെരുമാൾ രാജാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഞ്ചി ഹജ്ജിയുമായി ചെന്നു. ഇഞ്ചി ഇന്ത്യ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി ഭരണിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയകൾ കൊടുക്കാൻ വേണ്ടി ചെന്നു. അത് ചെല്ലാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിശ്വാസികളായ ആളുകൾ ഒരു തെളിവ് കാണിച്ചു തരണം. മുഹമ്മദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളാണ് എങ്കിൽ തെളിവ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയത് കാണാം. ബാബു സുആലിൽ മുശ്രികീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിയഹും ആയ. അവിശ്വാസികളായ അബൂജഹലിനെ പോലുള്ള കക്ഷികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ റസൂലാണെന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ചന്ദ്രനിലേക്ക് ചൂണ്ടി. ചന്ദ്രൻ പിളർന്നതായി അവർ കാണുന്നു. ആ ചന്ദ്രൻ പിളർന്ന സംഭവം അത് കേരളത്തിൽ വെച്ച് കണ്ട വ്യക്തിയാണ് പെരുമാൾ രാജാവ്. ആ പെരുമാൾ രാജാവ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. സിലോണിൽ ആദമ്മല കാണാൻ വേണ്ടി സിലോണിലേക്ക് പോകുന്ന അറബികൾ കേരളത്തിൽ കപ്പലിറങ്ങിയപ്പോൾ രാജാവുമായി കാണാനും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അതിഥികളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കേരള എന്നതിന് അറബികൾ പലപ്പോഴും ഖൈറുള്ള എന്നാണ് പറയാറ്. അല്ലാഹുവിന്റെ ഖൈർ കിട്ടിയ രാജ്യം എന്ന നിലയ്ക്ക് ഖൈറുള്ളയാണ് കേരളമായത് ചില അറബികൾ പറയാറുണ്ട്. ഏതോ ഇരിക്കട്ടെ, നമ്മൾ സാധാരണയായി കേരളനാടായതുകൊണ്ട് കേരളമായി നമ്മൾ പലരും പറയാറുണ്ട്. എന്തോ ഇരിക്കട്ടെ, ഈ കേരളത്തിൽ വന്ന ജനങ്ങളെ അറബികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്ത പെരുമാൾ രാജാവും അവരുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നീതിയും സത്യവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ നബിതങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത
അനുഭവം അവർ സാക്ഷീകരിച്ചപ്പോൾ അത് ഞാൻ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പെരുമാൾ രാജാവ്, നിങ്ങൾ മക്കയിലേക്ക് പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോകുമ്പോ ഈ മഹാനായ നേതാവിന് എന്റെ വകയിൽ വല്ല കാഴ്ചയും വെക്കണം, ഹദിയ കൊണ്ട് കൊടുക്കണമെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുള്ള വലിയ ഔഷധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, പശുവിന്റെ മാംസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പശുവിന്റെ മാംസത്തിൽ രോഗമുണ്ട്, പശുവിന്റെ മാംസം പലപ്പോൾ രോഗമുണ്ടാക്കാറുണ്ട്, നമുക്കും അറിയുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പശുവിന്റെ പാലിൽ പലപ്പോഴും ഔഷധ വീര്യമുണ്ട്, അതിൽ മരുന്നാണെന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ മാംസം നിങ്ങൾ പാകം ചെയ്യുന്ന സമയത്ത് വെളുത്ത ഉള്ളിയും ഇഞ്ചിയും ധാരാളമായി അതിൽ ഉപയോഗിച്ചാൽ ആ മാംസത്തിന്റെ രോഗാണുക്കൾ പലതും നശിക്കാനും അതിന്റെ ദൂഷ്യവശങ്ങൾ നീങ്ങാനും കാരണമാണെന്നും അവിടുന്ന് പഠിപ്പിച്ച ചികിത്സാ രീതി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വലിയ ഔഷധമായ ഇഞ്ചി, ആ ഇഞ്ചി കളിച്ച് അത് ഭരണിയിലാക്കി കുപ്പിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഭരണാധികാരിയായ പെരുമാൾ രാജാവ് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തപ്പോ കാണാം നിങ്ങൾക്ക് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ അഹദാ മലിക്കുൽ ഹിന്ദി, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹദിയ കൊടുത്തു ജർറതൻ ഫീഹാ സഞ്ചബീലുൻ, ഇഞ്ചിയുള്ള വലിയ പീപ്പ, വലിയ ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹദിയ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതഅഹാ ഖിതഅതൻ ഖിതഅതൻ, ആ ഇഞ്ചി കഷ്ണം കഷ്ണമാക്കി നുറുക്കി അതാ അവിടെയുള്ള ശിഷ്യന്മാർക്ക് വിതരണം ചെയ്തപ്പോ അതിൽ നിന്നൊരു കഷ്ണം എനിക്കും തന്നിട്ടുണ്ടെന്ന് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. മഹാനായ സഹാബത്ത് വിവരിച്ചിട്ടുണ്ട്. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സഹോദരന്മാരെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീനീ പ്രചരണത്തിന് വേണ്ടി അവിടെ വന്ന ദീൻ പഠിക്കാൻ വേണ്ടി വന്ന രാജാവ്, ആ രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ച് നബി തങ്ങൾക്ക് ഹദിയ കൊടുത്ത് അദ്ദേഹം പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ അദ്ദേഹം വഫാത്തായി പോയി എന്നൊരു ചരിത്രം. അദ്ദേഹത്തിന്റെ ഖബറാണ് ഇന്നും പഴയ കാലത്ത് യമനിന്റെ ഭാഗമായി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പരിചയപ്പെടുത്തിയ വഫാർ എന്ന പ്രദേശം ഇന്നത്തെ ലോകത്ത് പറഞ്ഞാൽ ഒമാനിന്റെ ഭരണപ്രദേശമായ സലാല, ആ സലാല എന്നത് വഫാർ എന്ന പേരിലാണ് നേരത്തെ അറിയപ്പെട്ടത്. ഒരുപാട് ഔലിയാക്കളും ഒരുപാട് സാലിഹീങ്ങളും മന്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് സലാല. ആ സലാലയിൽ നിന്നും അബ്ദുറഹ്മാൻ ശാമിലി എന്ന പേരിൽ ഖബറിൽ അറിയപ്പെടുന്ന ഖബറിൽ ഈ മഹാനായ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാജാവിന്റെ ഖബറാണെന്ന് പറയപ്പെടുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുകയും നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ ശാമിലി എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാൻ തിരിച്ചു വരുന്നതിനിടയിൽ മരണം സംഭവിച്ചെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ അതാ ധാരാളം മഹാന്മാരുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് കേരളത്തിൽ വന്നവരിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ. ആ മഹാന്മാർ ഇവിടെ വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവർ, ഇവിടെയുള്ള മറ്റ് ജനങ്ങൾ അന്നത്തെ കാലത്ത് ഏറ്റവും ബഹുമാനിച്ചിരുന്ന വിഭാഗമാണ്. അവരുടെ കൂട്ടത്തിൽ പിള്ളമാണ്. ആ പിള്ളമാരെക്കാൾ ഒരു പടി കൂടി ഇവരുടെ സ്വഭാവവും ഇവരുടെ സൽക്കർമ്മവും ഇവരുടെ സംസ്കാരവും ഇവരുടെ സംശുദ്ധിയും ഇവരുടെ നന്മകളും കണ്ടപ്പോൾ പിള്ളമാരെക്കാൾ ഒന്നുകൂടി നമ്മുടെ രാജ്യത്ത് വന്ന മുസ്ലിം മിഷണറി പ്രവർത്തകരായ പണ്ഡിതന്മാരെ ഈ രാജ്യത്തുള്ള മറ്റു മതക്കാർ ബഹുമാനിച്ചു. അങ്ങനെ അവർ കൊടുത്ത പേരാണ് മഹാപിള്ളമാർ. ആ മഹാപിള്ള എന്ന പേരിൽ കാലാന്തരത്തിൽ ലോപിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ അബ്ദുല്ലാന്റെ പേര് വെച്ച് കൊച്ചൻ ഔലാദ് വിളിക്കുന്നത്, ചില ആളുകൾക്ക് അബ്ദുറഹ്മാന്റെ പേര് വെച്ച് കൊച്ചൻ അന്തൂന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ
പേരുകൾ ലോപിച്ചു പോകാറുണ്ട്. അഹമ്മദ് പേര് മുസ്ലിം അഹമ്മദ് എന്ന് പറയാറുണ്ട്. ഇതുപോലെ മാപ്പിള എന്ന പേര് ഇക്കാലത്ത് ലോപിച്ച് മാപ്പിള എന്നായി മാറി. അങ്ങനെയാണ് മാപ്പിള എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ രൂപത്തിൽ എന്തുകൊണ്ട് ബഹുമാനിക്കപ്പെട്ടു, എന്തുകൊണ്ട് ആദരിക്കപ്പെട്ടു? പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് പറഞ്ഞ മുഖ്യമായ മനുഷ്യന് പറഞ്ഞ ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തിണങ്ങി എന്നതാണ്. ഒരിക്കലും തന്നെ ആരെയും ശല്യപ്പെടുത്തുന്ന ഒരു ജീവിതം, ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഒരു ജീവിതം ഒരു മുഴുവനായ മനുഷ്യരിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ജീവിതം. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവനവന്റെ ശരീരത്തിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും മുഅ്മിനല്ല, സത്യവിശ്വാസിയല്ല. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ബാപ്പ മരിച്ചിട്ട് എന്റെ മക്കൾ യതീമായി പോകണമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കൂല. അതേപോലെ തന്നെ മറ്റൊരാളും അവന്റെ ബാപ്പ മരിച്ചിട്ട് കുട്ടികൾ യതീമായി പോകണം എന്ന് ചിന്തിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. അപ്പൊ ഒരാളെ അക്രമമായി കൊല്ലാനോ ഒരാളെ ആക്രമിക്കാനോ ഒരു മനുഷ്യൻ പോകില്ല. മുഅ്മിനാണോ പോല. ധാരാളം സംഘടനകൾ ഉണ്ടാവും ലോകത്ത്. എല്ലാ സംഘടനകളും ഒന്നാക്കാൻ കഴിയും, ലോകത്തൊരിക്കലും കഴിയില്ല. ധാരാളം ആശയങ്ങളുണ്ടാവും ലോകത്ത്. എല്ലാ ആശയങ്ങളും ഒന്നാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പഴയ ആശയക്കാരും ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അമുസ്ലിം ഉണ്ടാവും, എല്ലാ കക്ഷികളും ഉണ്ടാവും. ഓരോരുത്തരും അവരവന്റെ ആശയം സ്വതന്ത്രമായി പ്രചരിപ്പിക്കുന്നു. പ്രചരിപ്പിക്കാതെ പ്രചരിപ്പിക്കുന്നു, ഓരോരുത്തരും അവരെ പ്രചരിപ്പിക്കുന്നു. ഒരാളും മറ്റൊരാളെ ശല്യം ചെയ്യാൻ പോകില്ല. ശല്യം ചെയ്യാൻ പോകുമ്പോഴല്ലേ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവരവന് ഇഷ്ടപ്പെടുന്നത് എന്താ അത് തന്നെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും. അപ്പോഴാണ് പക്ഷെ മുഅ്മിനാകുന്നത്. ആ ഒരു സ്വഭാവമില്ലേ? ഈമാനിന്റെ തകരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നുമായി പറയുകയാണ്. എന്റെ വീട് പട്ടിണി കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? എന്റെ തൊട്ടടുത്ത വീടുകളും മറ്റുള്ളവരുടെ വീടുകളും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധം എനിക്ക് വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാവൂ. എന്റെ പീടികയിൽ നല്ല ബിസിനസ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ എന്റെ തൊട്ടടുത്തുള്ള പീടികയിലും നല്ല ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹം എന്റെ മനസ്സിൽ വേണം. എന്റെ തൊട്ടടുത്ത കടയിലും ബിസിനസ് വേണമെന്ന ആഗ്രഹം വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാകുന്നുള്ളൂ. ആകയാൽ ശരിയായ ഈമാൻ ഹൃദയത്തിൽ കടന്നവന് ഒരാളോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല. എവിടെയും അവൻ ഉയർത്തിപ്പിടിക്കുന്നത് ഈമാൻ, നീതി മാത്രമേ അവന്റെ ജീവിതത്തിലുള്ളൂ.